ഈ റോയൽ ഡ്രൈവ് എന്ന പേരെത്തുന്നതിന് മുമ്പ് ആക്ച്വലി ഇന്ന് റോയൽ ഡ്രൈവിൻ്റെ ചുമരിൽ കാണുന്ന വിഷൻ എഴുതപ്പെട്ടതാണ്. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞങ്ങൾ വിഷൻ കണ്ടതിൻ്റെ 10% റോയൽ ഡ്രൈവ് എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് വളരണം. നമ്മൾ എന്താണ് നമ്മൾ പരസ്യം നമുക്ക് എന്തും ചെയ്യാം, ഏത് അളവിലും പരസ്യം ചെയ്യാം. ഇതിലുള്ളൊരു വലിയൊരു അപകടം എന്താ വെച്ചാൽ കോർട്ട് ഫൈൻ അവിടെ ചെറിയ പൈസ കൊടുത്താൽ NOC ഇഷ്യൂ ആകുന്നുണ്ട്. RTOയിൽ കൈക്കൂലി കൊടുത്തിട്ട് NOC എടുക്കുന്ന സമ്പ്രദായമുണ്ട്. പക്ഷെ വിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പ്രൊഫഷണലി ഒരാളെടുത്ത് പോയാൽ ആൾ ക്ലിയർ ആയിട്ട് പറയും ഇനിയും ഭാഗം ഇത്ര അളവിൽ ആക്സിഡന്റ് ആയതാണ്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിയാണ്, പിന്നെ മീറ്റർ ടാപ്പ് ചെയ്യുന്നത്. അത് അവിടെ ഒരു കളവല്ല, അവർക്ക് അതൊരു കലയാണ്. മുന്നിലുള്ള കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യാറുണ്ട്. അതിനവർ കളവായിട്ട് കാണുന്നില്ല, അവനെ കലാകാരനാണ് അവൻ വിളിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. കേരളത്തിൻ്റെ വാഹന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച, കേരളത്തിൽ ജനിച്ചു വളർന്ന് ഐക്കോണിക്കായി മാറിയ ഒരു ബ്രാൻഡ്, അതിൻ്റെ CMD, കേരളത്തിലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ തലതൊട്ടപ്പൻ ശ്രീ മുജീർ റഹ്മാൻ. വെൽക്കം ടു ഫുള്ളി ചാർജ് പോഡ്കാസ്റ്റ് ബൈ ഗോയ്സി. താങ്ക് യു. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ചോദ്യം തുടങ്ങാം. ഡൽഹി മാർക്കറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ? എങ്ങനെയാണ് വണ്ടി വാങ്ങിക്കേണ്ടത്? ലെജിറ്റ് ആണോ പരിപാടി? ഒരു വലിയ ഉത്തരം പറയേണ്ട ഒരു വിഷയമാണിത്. കാരണം ഡൽഹി മാർക്കറ്റിൽ വണ്ടികൾ വരുന്നുണ്ട്, ഇതിൽ കുറേ തെറ്റിദ്ധാരണകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഡൽഹിയിൽ നല്ല വാഹനങ്ങൾ ഉണ്ടോ വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. അവിടുത്തെ ഒരു കൾച്ചർ, ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, ഒരു വാഹനം അവർ 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷം അവർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് അവർ പുറത്ത് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഓണർ അപ്പോഴേക്കും അടുത്ത വണ്ടി എടുത്തിട്ടുണ്ടാവും. ഈ വാഹനം അവരുടെ കുടുംബത്തിൽ തന്നെ അടുത്തൊരാൾക്ക് കൈമാറുകയോ ഓണർഷിപ്പ് മേ ബി മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പുറത്തെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പോലെ അത്ര അപ്ഡേറ്റഡ് അല്ല. കാരണം അതൊരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഉള്ള ഒരു റിപ്പയറിങ്ങും പരിപാടിയാണ്. അതേസമയം പുതിയ വാഹനം എടുത്ത് 8-10 വർഷം കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു 10% താഴെ വരുള്ളൂ. അത്തരം വാഹനങ്ങൾ നമുക്ക് കണ്ണടച്ച് ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്നതിനോടത്താണ് അതിൻ്റെ ഒരു റിസ്ക് എടുക്കുന്നത്. ഇതിന് കുറുക്ക് വഴികൾ വല്ലതും ഉണ്ടോ? ഇത് പോയി കണ്ടെത്താൻ കുറുക്ക് വഴികൾ പറഞ്ഞാൽ ക്ഷമാപൂർവം വെയിറ്റ് ചെയ്തെടുക്കൽ മാത്രമേ അതിന് കുറുക്ക് വഴികളുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ടീം ഡൽഹിയിൽ നിന്ന് ഏകദേശം 1.5 മാസം നിന്നിട്ട് ഒരുപാട് വർക്കുകൾ ഇവാലുവേറ്റ് ചെയ്തു. ഒരു കാര്യം ഓക്കെ ആകുമ്പോൾ വേറെ കാര്യം പ്രശ്നമാവും. അങ്ങനെ ഞങ്ങൾ അവസാനം ആകെ 3 വാഹനം ആണ് ആകെ വാങ്ങിക്കാൻ പറ്റിയത് ഈ 1.5 മാസത്തിൻ്റെ. അതിനിടയിൽ എനിക്ക് തോന്നുന്നു 100-ലധികം വാഹനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലത് വെഹിക്കിൾ ക്വാളിറ്റി ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങളുണ്ടാവും, ഓണർ കയ്യിലാവില്ല വണ്ടി, വേറൊരു തേർഡ് പാർട്ടിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റ് അടച്ച് നാളെ ഒരു ഇഷ്യൂ വന്നാൽ നമുക്കത് എടുത്ത്, ചിലത് കോർട്ട് ഫൈനുകളുണ്ട്. ഇപ്പോൾ ഡൽഹി വാഹനങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്. ഇതിലുള്ളൊരു വലിയൊരു അപകടം എന്താ വെച്ചാൽ, ഈ കോർട്ട് ഫൈൻ അവിടെ ചെറിയ പൈസ കൊടുത്താൽ NOC ഇഷ്യൂ ആകുന്നുണ്ട്. RTOയിൽ കൈക്കൂലി കൊടുത്തിട്ട് NOC എടുക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കേരള രജിസ്ട്രേഷനിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ ടാക്സും മേ ബി അടച്ചിട്ടായിരിക്കും നമ്മളോട് MVD പറയുക, ഇതും കൂടി ക്ലിയർ ചെയ്താലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് തിരിച്ച് ആ കോർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈം ഭയങ്കര ഡിലേ ആണ്. 6 മാസം 8 മാസം ഒക്കെ ചില വാഹനങ്ങൾക്ക് ഡിപ്പെൻഡ് കോർട്ടാണ്. ഏത് ഏരിയയിലെ കോർട്ടിലാണ് ഈ പേപ്പർ എന്നുള്ളതിനനുസരിച്ചാണ്. അതേസമയം മോട്ടോർ വാഹന വകുപ്പിൻ്റെ MVDയുടെ ഫൈനാണെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ഇപ്പോൾ കോർട്ട് ഫൈനാണ് ഞാൻ മനസ്സിലാക്കിയത് പേപ്പറിൻ്റെ ഭാഗത്ത് വലിയത്. രണ്ടാമത്തെ കേസ്, ഈ RC ഓണർ ഇല്ലാതെ ഒരുപാട് ഡീലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് വാഹനം RC ഓണറായിട്ട് ഏത് തരത്തിലുള്ള ഡീലാണ് എന്ന് നമുക്ക് ട്രാൻസ്പെറൻസി ഇല്ലാത്ത വാഹനം വാങ്ങിക്കൊണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി എടുത്തു തരുന്ന ഒരു ടീം അവിടെ ഉണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങിക്കാം. എന്നിരുന്നാലും നമ്മളെ ഒരു 10% മുതൽ 20% വരെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടി മനസ്സിൽ കരുതിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഡൽഹി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട്, അവർ 1.5 മാസം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ട് നമ്മുടെ റോയൽ ഡ്രൈവിൻ്റെ തന്നെ ഒരു ബേസിക് പോളിസി എന്ന് പറയുന്നത് തന്നെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, പ്രോപ്പർ അത് അത്രയും തറവായിട്ട് തന്നെ വണ്ടി എടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച വന്നത്? നമുക്ക് പർച്ചേസാണ് ഞങ്ങൾ ഏറ്റവും കാഠിന്യമേറിയ പ്രക്രിയ. കാരണം ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം അതാണ്. നമുക്കൊരു ദിവസം ഒരു 5 കോടിയുടെ പർച്ചേസ് ഓർഡർ വരും, പക്ഷെ പലതും ഞങ്ങൾ റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യേണ്ട കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പർച്ചേസ് പ്രൊക്യൂർ ചെയ്യുന്ന പ്രോസസ്സായിട്ട് ഇത് മാച്ച് ആവില്ല. നമുക്ക് വെഹിക്കിൾ നോക്കണം, നേരത്തെ പറഞ്ഞ പോലെ
ഇതിൻ്റെ ആളെ നോക്കണം, ഇതിൻ്റെ കോടതി നോക്കണം. ഇത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട് സ്ഥാപനങ്ങൾ പരസ്യം തന്നെ ചെയ്യുന്നുണ്ട് ഹിസ്റ്ററി ഇല്ലാതെ നന്നാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററി ഇല്ലാതെ റിപ്പയർ ചെയ്ത വാഹനങ്ങൾ, മേജർ ആക്സിഡൻ്റ് ആയിട്ട് ഹിസ്റ്ററി ഇല്ലാതെ റിപ്പയർ ചെയ്യപ്പെട്ട വാഹനങ്ങൾ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് സോഴ്സ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഫിസിക്കൽ സോഴ്സാണ്. പക്ഷേ ഫിസിക്കൽ സോഴ്സിനും പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ പ്രീ ഓൺഡ് വാല്യുവേഷൻകാരും പരസ്യം ചെയ്യുന്ന ഒരു പെയിന്റ് എത്ര തിക്നെസ് ഉണ്ട്. പെയിന്റ് അല്ല മേജർ. പെയിന്റ് ഇനി ഫുൾ ഒരു കോട്ട അടിച്ചാലും വണ്ടിക്ക് കുഴപ്പമില്ല. ആക്ച്വലി ഇതിൻ്റെ സ്ട്രക്ചറൽ ഡാമേജുകൾ, അത് ഇപ്പോൾ ഒരു 5 കൊല്ലമൊക്കെ മുമ്പ് ഒരു മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ അത് കണ്ടെത്തുക അത്ര ശ്രമകരമായ, അതായത് ആ വണ്ടിയുടെ പഴക്കം കൊണ്ട് ഇപ്പോൾ പുതിയ പെയിന്റ് അല്ലെങ്കിൽ പുതിയ വർക്ക് എടുത്തത് ഒരു വാല്യുവേറ്റർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോബാണ്. ആ ജോബിലാണ് ഞങ്ങളുടെ എക്സ്പേർട്ട് ഞങ്ങളെ കൂടെ ഉള്ളത്. ആ അതിലാണ് ഈ റിജക്ഷൻ വരുന്നതും മറ്റു കാര്യങ്ങൾ. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റ് വാഹനങ്ങളിൽ ഇത്തരം പലരും എടുക്കാൻ പോകുമ്പോൾ അറിയില്ല. പക്ഷെ വിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പ്രൊഫഷണലി ഒരാളെടുത്ത് പോയാൽ ആൾ ക്ലിയർ ആയിട്ട് പറയും, ഇനിയും ഭാഗം ഇത്ര അളവിൽ ആക്സിഡന്റ് ആയതാണ്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിയാണ്. പിന്നെ ഈ മീറ്റർ ടാപ്പ് ചെയ്യുന്നത് അത് അവിടെ ഒരു കളവല്ല, അവർക്ക് അതൊരു കലയാണ്. മുന്നിലുള്ള കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യാറുണ്ട്. അതിനവർ കളവായിട്ട് കാണുന്നില്ല, അവനെ കലാകാരനാണ് അവൻ വിളിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. എനിക്ക് അത് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ യൂസ്ഡ് കാർ മാർക്കറ്റിനെ മൊത്തത്തിൽ കണ്ടാൽ 2015 പോയാൽ ഭയങ്കര അസംഘടിതമായ വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു ഷോറൂമുകൾ അങ്ങനെയൊന്നും ഇല്ലാത്ത, ഏജൻറ്റുമാർ ബ്രോക്കർമാരുടെ കയ്യിൽ മാത്രം നിന്നിരുന്ന ഒരു മേഖലയാണ്. അങ്ങനൊരു മേഖലയാണ് കേരളത്തിൽ സുസജ്ജമായിട്ട് നമുക്കൊരു വിശ്വാസത്തോടെ ഒരിടത്ത് പോയി വാങ്ങാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് മുന്നിൽ നിന്ന് നയിച്ച ഒരാളെന്ന രീതിയിൽ ഈ പ്രോസസ്സ് അന്നേ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടാവുമെന്ന്, അല്ലെങ്കിൽ അത്രയും ഒരു ട്രസ്റ്റ് എന്നൊരു കാര്യമുണ്ടല്ലോ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വണ്ടി എന്ന കാര്യം, ഭയങ്കര ഇമോഷണലായിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അതോടൊപ്പം ഒരു എന്താ പറയുക ഇവൻ്റ് മതി നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വന്ന ആ ഗുഡ് വില്ല് പോകാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു വിഷൻ ഉള്ളപ്പം ഈ ജേർണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെ അടിസ്ഥാനം ഒന്ന് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവുക, 2 ബെസ്റ്റ് സർവീസ് ആവുക എന്നുള്ള. അപ്പോൾ നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും കൊടുത്താലേ നമുക്കൊരു ലോങ് ടൈം ജേണി നമുക്ക് പറ്റുള്ളൂ. ഇത് ഈ റോയൽ ഡ്രൈവ് എന്ന പേരെത്തുന്നതിന് മുമ്പ് ആക്ച്വലി ഇന്ന് റോയൽ ഡ്രൈവിൻ്റെ ചുമരിൽ കാണുന്ന വിഷൻ എഴുതപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ പോരാ. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഞങ്ങൾ വിഷൻ കണ്ടതിൻ്റെ 10% റോയൽ ഡ്രൈവ് എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് വളരണം. അപ്പോൾ ഒബിയസ്ലി നമുക്ക് മുന്നോട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സാണ് ഒരു സ്ഥാപനത്തെ വളർത്തുന്നത്. അപ്പോൾ ആ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കാതെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ എന്താണ് നമ്മൾ പരസ്യം നമുക്ക് എന്തും ചെയ്യാം, ഏത് അളവിലും പരസ്യം ചെയ്യാം. പക്ഷേ ആ കൊടുക്കുന്ന പരസ്യം ആ ഡെലിവറിയും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അപ്പോൾ പല ആളുകളും എന്താ വെച്ചാൽ ഇന്ന് പല രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ആ സർവീസ് അവിടെ ഡെലിവറി ആകുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പം നമ്മൾ റോയൽ ഡ്രൈവ് പോലെ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ വളരെ സെൻസിറ്റീവായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രോസസ്സ് ഓൾറെഡി സെറ്റാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ന്യൂ കാർ ആണെങ്കിൽ നമുക്കൊരു കാർ വാങ്ങിച്ചാൽ അത് വാങ്ങുന്നത് ഒരു കമ്പനിയുടെ കയ്യിൽ. അപ്പോൾ അതെ, അവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അവിടെ ഒരു SOP ഉണ്ട് ഓൾറെഡി. അതിനൊരു മാനുവലിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ, എന്നിട്ട് ആ വാഹനങ്ങൾക്ക് കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ 2, 5, 7, 8, 10 വർഷം ഒരു വ്യത്യസ്തരായ ആളുകൾ ഉപയോഗിച്ചൊരു വാഹനം അത് വാങ്ങിയിട്ട് അത് കംപ്ലൈന്റ് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ്. പക്ഷേ അതിന് ഇപ്പോഴും ഞങ്ങൾക്ക് വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള പരിഭവമാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. കസ്റ്റമേഴ്സ് എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ ഇഷ്യൂസുകളെ പിന്നെയും കണ്ടെത്തിക്കൊണ്ട് ആണ് അത് പറയും. പക്ഷെ നമ്മളത് അഡ്രസ്സ് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് ലെവലിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അത്ര ഒരു പ്രോസസ്സും ഇല്ലാതെ ഒരേ വാഹനം 10 ആൾ ഉപയോഗിച്ചാൽ 1 കിലോമീറ്റർ ആണെങ്കിൽ 10 ക്വാളിറ്റി ആയിരിക്കും. അതിന് നമ്മളെ പോളിസി പ്രകാരമുള്ള ക്വാളിറ്റിയിലോട്ട് കൊണ്ടുവരാനുള്ള പ്രയത്നം, അത്തരം വാഹനം കണ്ടെത്തുക എന്നുള്ളത് മാർക്കറ്റിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൽ ഭൂരിപക്ഷം 80-90% കേരള രജിസ്ട്രേഷനാണ്. എക്സ്ചേഞ്ചിലൂടെ വളരെ റയറായിട്ടാണ് ഞങ്ങൾ അതർ സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അതിനൊരു കസ്റ്റമർ ഉണ്ട്. അതർ സ്റ്റേറ്റ് വാഹനം വില പ്രൈസ് കുറഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഫാൻസി നമ്പേഴ്സ് ഉണ്ടാവും. അത് കേരള രജിസ്ട്രേഷൻ പ്രീ ഓൺഡ് എടുക്കുമ്പോൾ അത് കിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു അതർ സ്റ്റേറ്റ് എടുത്തിട്ട് ടാക്സ് അടച്ചാൽ
അവർക്ക് അവരുടെ നമ്പർ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല കൺസെപ്റ്റിലും എടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ വെല്ലുവിളി, ഈ പുതിയ കാർ അതർ സ്റ്റേറ്റിൻ്റെ ക്വാളിറ്റിയുടെ വെല്ലുവിളി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പിന്നെ ക്രയവിക്രയം ചെയ്യുന്നത് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ്. ഇത്രയും നമ്മൾ ഈ ബാക്ക് എൻഡിനെ പറ്റി ഇത്രയും സംസാരിച്ചുകൊണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോഴും കാണുന്നുണ്ട് പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസ്. അത് വണ്ടി നല്ലതായിരിക്കും, വണ്ടിയുടെ പെർഫോമൻസ് നല്ലതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. പക്ഷേ ആ എൻഡിലുണ്ടാകുന്ന ഫണലിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ഒരു ചെറിയ എക്സ്പീരിയൻസ് മതി ആ ഡിസിഷൻ വേണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ, ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ ഷോറൂമിൻ്റെ അകത്തുള്ള നമ്മൾ നേരത്തെ സംസാരിച്ച കളേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എന്നോട് സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ലാത്ത ഒരാൾ പോലും വന്നിട്ട് ഇപ്പോൾ വരും, ഇരുന്നോളൂ എന്നോട് പറയുന്ന രീതിയിലുമൊക്കെ എനിക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാണാൻ പറ്റും. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, ഇത് ട്രെയിൻഡ് ആണ്. ഇത് പ്രോപ്പറായിട്ടൊരു കസ്റ്റമറെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഐഡിയ ആൾക്കാരിലേക്ക് ഏറ്റവും എല്ലാ തലങ്ങളിലും എത്തിയതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മളിവിടെ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ്. അതെങ്ങനെ ബിൽഡ് ചെയ്തേ? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു SOP ഡ്രിവൺ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ഡ്രിവൺ ആണ്. കാരണം കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ? കൺസിസ്റ്റൻസി പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് ഈ കൺസിസ്റ്റൻസി. കാരണം മനുഷ്യരാണ്, ചേഞ്ചസ് വരും. അപ്പോൾ എവിടെയാണ് നമ്മുടെ പ്രോസസ്സിന് ലാക്ക് വരുന്നത് എന്നുള്ളത് നോക്കാനുള്ള ചെക്ക് പോയിന്റ് ഞങ്ങളായിട്ടുണ്ട്. ആ ചെക്ക് പോയിന്റ് വെച്ചിട്ട് അവിടെ നമ്മൾ വീണ്ടും ട്രെയിനിങ് കൊടുത്തുകൊണ്ടും നമ്മളെ ടീമിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അടുത്തൊരു എന്താ പറയുന്നത്, എന്താ പറയുന്നത്, എനിക്ക് വളരെ സംസാരിക്കണം ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് എവിടെ നിന്ന് വണ്ടി എടുത്തത്. അതിനി സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കും അറിയാം അത് മാത്രമല്ല ഇവിടുത്തെ കഥകളെന്ന്. ഇവിടെ അതിലും കൂടുതൽ കഥകളുണ്ട്, നമ്മൾ അറിയാത്ത കഥകളുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കഥകൾ നമുക്ക് കിട്ടും. കഥകൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ കസ്റ്റമറും ഓരോ കഥകളാണ്. ഇപ്പോൾ എനിക്ക് ഒരു പർച്ചേസ് 2020 വരെ ഞാൻ ഡയറക്റ്റ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ വാഹനം ഞാൻ പോയി ഇവാലുവേറ്റ് ചെയ്ത്, എൻ്റെ കൂടെ ഇവാലുവേഷൻ ആളുണ്ടാവും, പക്ഷെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും സംസാരിക്കുന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർക്കും ആ വാഹനത്തിനൊരു സ്റ്റോറി ഉണ്ട്. അതേപോലെ നമ്മളടുത്തുനിന്ന് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് സ്റ്റോറി, ഒരുപാട് ഇമോഷൻ ടച്ച് ചെയ്യുന്ന വലിയൊരു മേഖലയാണ്. പലരും ജീവിതത്തിലെ പിന്നെ അവരുടെ ഒരു എന്താ പറയുക, അവരൊരു സ്ഥലത്തേക്ക് എത്തി എന്ന് അവർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുക്കുന്ന ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കോഴിക്കോട് ഒരു കസ്റ്റമർ ഡെലിവറിക്ക് വന്നപ്പോൾ അദ്ദേഹം, സാധാരണ ഞങ്ങളാണ് കേക്ക് കട്ട് ചെയ്യൽ പിന്നെ അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കൽ. ഇദ്ദേഹം വന്നപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് അദ്ദേഹം ഞങ്ങൾ അറേഞ്ച് ചെയ്തതിനേക്കാൾ വലിയ കേക്ക് കൊണ്ട് അദ്ദേഹം വന്നിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഡയലോഗ്, ഞാനൊരു 4 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പ്രീ ഓൺഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ തലയിലില്ലായിരുന്നു. അപ്പോൾ ഒരു പുതിയ ലക്ഷറി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന 60-70 ലക്ഷത്തിനാണ്. അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 20 lakh ബിലോ കാറാണ് ഒരു A3 എടുത്തത്. അപ്പോൾ ഈ A3 എടുക്കാൻ അദ്ദേഹത്തിന് 60 ലക്ഷം ആയിട്ട് എടുക്കാം എന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം 20 ലക്ഷത്തിന്റെ താഴെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്പീഡ് കൂടി. അപ്പോൾ ആ കോൺഫിഡൻസും അല്ലെങ്കിൽ ആ സന്തോഷം ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഞങ്ങൾക്ക്, അതായത് പറഞ്ഞാൽ തീരാത്തത്ര ഇൻസിഡൻസ് എപ്പോഴും വന്നും പോയിക്കൊണ്ടുണ്ട്. ഞാൻ വീണ്ടും 2015 തിരിച്ചു പോവാം. അന്ന് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂസ്ഡ് കാർ മാർക്കറ്റ്, റോയൽ ഡ്രൈവ് വരുന്നു. 10 years ആഫ്റ്റർ ദിസ്, 10 കൊല്ലം കഴിയുമ്പോൾ നമുക്കറിയാം ഇതെവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ആ ബ്രാൻഡ് വളർന്ന്, ട്രസ്റ്റ് എല്ലാം അറിയാം. ഇതേപോലെ കുറച്ചുകൂടെ ബൃഹത്തായിട്ട് രീതിയിൽ വാഹന രംഗത്ത് മറ്റൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഡീസൽ പെട്രോൾ കാറുകളിൽ നിന്നും EV വണ്ടികളിലേക്ക് വ്യത്യാസം. ഇപ്പോൾ ഏതാണ്ട് 10 കൊല്ലം മുമ്പ് റോയൽ ഡ്രൈവ് നിന്ന അതേ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ത് സംഭവിക്കാം, വണ്ടികൾ വരുന്നുണ്ടോ, ഓക്കെ ഇതെന്താവും, അങ്ങനെയാവും ഇങ്ങനെയാവും, എന്നാൽ സെയിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. വാഹന രംഗത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളെന്ന രീതിയിൽ ഇതിനെ എങ്ങനെ കാണുന്നു? EVയുടെ വരവിനെ എന്തായാലും ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ വിശ്വാസത്തിൽ EV ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ EV കാർ എന്തിന് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. ഇപ്പോൾ ഒരു ഇക്കണോമിക്കലി ലാഭം എന്ന കൺസെപ്റ്റിൽ മാത്രമാണ് ഒരാൾ EV എടുക്കുന്നതെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇക്കണോമിക്കലി ലാഭം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ടാറ്റയുടെ അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്ററോ 250 കിലോമീറ്ററോ റേഞ്ചുള്ള വാഹനങ്ങളാണ് ശരിക്കും ഒരു ഇക്കണോമിക്കലി നല്ലത് എന്നുള്ള കൺസെപ്റ്റിലുള്ള EV കാറുകൾ. എൻ്റെ കൺസെപ്റ്റ്
അതിലപ്പുറം EV-യിൽ ഇപ്പോൾ ലക്ഷറി ഉണ്ട്, നോൺ ലക്ഷറി ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് പ്രകൃതിയോടുള്ള അതിലും ഒരുപാട് ഡിബേറ്റ് ഒക്കെ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മളെ അടുത്ത് EQS ഉണ്ടായിരുന്നു, ഇപ്പോൾ 2000 കിലോമീറ്ററിലെ EQE ഇപ്പം ഞങ്ങളെ സ്റ്റോക്കിലുണ്ട്. പോർഷയുടെ ടൈക്കൂൺ ഉണ്ട്. അപ്പോൾ ഒരു EQS കാർ എടുക്കുന്നത് ആക്ച്വലി നമ്മൾക്കൊരു ലംബോർഗിനി ഹുറാക്കാൻ ഓടിക്കുന്ന ത്രില്ല് അത് തരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും മണി എങ്ങനെ, അപ്പോൾ ആ ഹുറാക്കാൻ ഉപയോഗിക്കുന്നതാണോ ലാഭം അല്ലെങ്കിൽ EQS ഉപയോഗിക്കുന്നതാണോ എന്നാണ് അവിടെ. വിലയിൽ എന്തായാലും ഇപ്പൊ 2 കോടി 1.25 കോടിയാണ് EQS-ന്റെ വിലയെങ്കിൽ ഹുറാക്കാൻ ഓൾമോസ്റ്റ് 4 CR എബോവ് ആണ്. പിന്നെ അത് തരുന്ന അതേ സന്തോഷം അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ടോർക്ക് കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങൾ ഇതിന്റെ കറണ്ട് ബില്ലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ടയറിനെ കുറിച്ചോ ഒക്കെയുള്ള ചിന്ത ഉള്ളവരല്ല. അവര് അതിന്റെ പകുതി പൈസക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു എന്ന കൺസെപ്റ്റിലാണ്. ആ കൺസെപ്റ്റ് അല്ലാതെ ടാറ്റയുടെ ഒരു ഇലക്ട്രിക്കൽ വാഹനത്തോട് കമ്പയർ ചെയ്ത് ഇത്തരം ഇപ്പോൾ ബെൻസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പോർഷയുടെ ആണെങ്കിലും ഈവൻ റോൾസ് റോയ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ടാറ്റയുടെ വാഹനം ഓടിക്കുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററിയുടെ സെഗ്മെന്റ് വേറെയാണ്. അപ്പൊ ഇതിന് സെഗ്മെന്റ് ബേസിൽ തന്നെ നമ്മൾ കാണണം. ഈ വാഹനങ്ങൾ പൊതുവെ ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ റേഞ്ച് അല്ലെങ്കിൽ 500 കിലോമീറ്റർ റേഞ്ച് വേണമെങ്കിൽ അത് മിനിമം ഇത്ര കിലോ വെയിറ്റ് വേണം. നമ്മുടെ ഡീസൽ പെട്രോൾ എൻജിൻ അവർ മാക്സിമം അലുമിനിയം ഇത്രയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വെയിറ്റ് കുറച്ചുകൂടി അതും കൂടി ഒരു ഘടകമാണ് ഫ്യൂൽ എഫിഷ്യൻസിക്ക്. പക്ഷെ ഒബിയസ്ലി നമുക്ക് റേഞ്ച് കൂടുതൽ വേണ്ടി വരുമ്പോൾ ആ വാഹനത്തിന്റെ ബാറ്ററി വെയിറ്റ് കൂടും, വാഹനത്തിന്റെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ ഒബിയസ്ലി കംഫർട്ട് കൂടും, പക്ഷെ നിർഭാഗ്യവശാൽ ടയർ തേയ്മാനം കൂടും. രണ്ടാമത് ഈ റീജനറേഷനിൽ തേയ്മാനം കൂടും. അപ്പോൾ ഒരു മണി എന്ന ആസ്പെക്റ്റിൽ ഒരു ലക്ഷറി EV-യെ കാണാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ന് നടക്കുന്ന ചർച്ചകളൊക്കെ ഇതിന് ടയറില്ല അല്ലെങ്കിൽ ഇത് പിന്നെ മറ്റ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ അങ്ങനെ പല കാര്യങ്ങളാണ്. ആക്ച്വലി അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങളടുത്ത് എല്ലാ സെഗ്മെന്റും ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ ഞങ്ങൾ സ്മാർട്ട് എന്ന സെഗ്മെന്റിൽ വരുന്നുണ്ട്, ഹുണ്ടയുടെ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കയ്യിലൊരു GLC ഉണ്ടായിരുന്നു. അത് വാങ്ങിയ കസ്റ്റമർ കോണ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് GLC വാങ്ങുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന ആളുകൾ അത് വീണ്ടും വീണ്ടും അതിനെ തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ഒരു അവയർനെസ് ആണ് വേണ്ടത്. ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയിന്റാണ്. കാര്യം നമ്മൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ കാർ വാങ്ങിക്കുന്നത് പോലെ അല്ല 20 ലക്ഷം രൂപ EV കിട്ടുന്നത്. അതിന്റെ പവറിനും അതിന്റെ ടോർക്കിനും ഒക്കെ കണ്ടമാനം 1-2 സെഗ്മെന്റ് മുകളിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെതായ എന്താ പറയുന്ന പരിണിത ഫലങ്ങളും അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ഫിനാൻഷ്യലി ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ബൈക്ക് എടുക്കാം, കാറിൽ അത് അല്ലെങ്കിൽ ടാറ്റയുടെ ബഡ്ജറ്റ് EV-കൾ. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരാളുടെ യാത്രയും കൂടി ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ 200 കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം ഒരാൾക്ക് വാങ്ങിക്കാം, പക്ഷെ അയാളുടെ ഡെയിലി റൊട്ടീനിൽ ഒരു 150 കിലോമീറ്ററിലധികം ഓടാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അത് വാങ്ങിക്കാം. വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ട്രാവൽ പ്ലാനുകളുള്ള ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ അവരെന്തായാലും നിർബന്ധമായിട്ടും കുറച്ചുകൂടി ഹയർ ഒരു മിനിമം ഒരു 500-600 കിലോമീറ്റർ റേഞ്ചിലോട്ട് പോകണം. ആ റേഞ്ചിൽ പോകുമ്പോൾ ആ വണ്ടി ഡെലിവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതും കൂടി ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അതിലോട്ട് പോയാൽ മതി. ഇത് റൈറ്റ് ആയിട്ടല്ലാത്ത കസ്റ്റമേഴ്സ് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ അബദ്ധം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ പൃഥ്വിരാജ് വണ്ടി എടുത്തു എന്ന് പറഞ്ഞ പോലെ പൃഥ്വിയുടെ ഹുറാക്കാൻ എക്സ്ചേഞ്ച് ചെയ്ത് ഉറൂസ് എടുത്തു. അപ്പോൾ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത് അടിയിടിച്ചിട്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിറ്റത് എന്ന് ഭയങ്കര കോലാഹലം പ്രചരണം ചെയ്തു. പക്ഷെ അദ്ദേഹം അത് വിൽക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പോർഷയുടെ GT3 എന്ന് പറയുന്ന മാനുവൽ കാറ് 2 വർഷം വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് അദ്ദേഹത്തിന് വരുന്നുണ്ടായിരുന്നു. അതായത് ഹുറാക്കാനേക്കാൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനം പുതിയത് വരുന്നുണ്ട്. ആ വാഹനം അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പൊ ഈ വാഹനവും ഈ ഹുറാക്കാനും വേണ്ട, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഹുറാക്കാൻ അദ്ദേഹം ഒഴിവാക്കിയത്. എന്നിട്ട് അദ്ദേഹം ഉറൂസ് എടുത്തത്, വേറെ സെഗ്മെന്റിൽ വേറെ വണ്ടി എടുത്തു. അതേസമയം അദ്ദേഹം ഈ ഹുറാക്കാൻ വിറ്റിട്ട് പുതിയ കാറ് 1-2 വർഷം വെയിറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത്, അതിലും പ്രത്യേകത ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ.
അതെന്ത് ആ ടോർക്ക് ആസ്വദിക്കണമെങ്കിൽ ആ മാനുവൽ വെഹിക്കിൾ വേണം. അപ്പോൾ അത് ബുക്ക് ചെയ്ത് ഇപ്പം ഇതിൻ്റെ ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളെ കുറിച്ച് പബ്ലിക്കിന് അറിയില്ല. വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ആളുകൾ കൂടുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ EVയും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ടെസ്ല ഇന്ത്യയിലോട്ട് വരുന്നു, വിൻഫാസ്റ്റ് ഇപ്പോൾ ലോഞ്ച് ആയി. വിൻഫാസ്റ്റ് ഇത്തരം ഒരുപാട് കമ്പനികൾ വരുന്നു. ഒരു കമ്പനി ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവരതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡികളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയവരുണ്ട്. മേ ബി അതിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ വരാം. എന്നിരുന്നാലും കേരളത്തിലെ ഈ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് കേരളമല്ല ഇന്ത്യയിലെ, കേരളം കുറച്ചുകൂടി ബെറ്ററാണ് മറ്റു സമയം. അതൊന്നും കൂടി ബെറ്റർ ആവുന്നതോട് കൂടി കൂടുതൽ EV കാറുകൾ വരും. പക്ഷേ EVയിലും ലക്ഷറിയും ഉണ്ട്, നോൺ ലക്ഷറി ഉണ്ട്, അൾട്രാ ലക്ഷറി ഉണ്ട്, ഇത് ഉൾക്കൊണ്ട് ബഡ്ജറ്റ് ഉണ്ട്. അപ്പം നമ്മളുടെ കൊക്കിന് ഏതാണ് ഒതുങ്ങുന്നത് മനസ്സിലാക്കിയുള്ള EV എടുത്താൽ ഈ പ്രശ്നം തീരും. ഇത് കറണ്ടിന് ആണ് ചിലവില്ല എന്ന് കരുതി ഒരു ലക്ഷറി EV പോയി എടുത്താൽ നിർബന്ധമായിട്ടും അതിനെ നമ്മൾ ആ മാനുഫാക്ചർ ഒരിക്കലും അതൊരു ബഡ്ജറ്റുള്ള ആൾ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ EVയിലെ അഡ്വാൻറ്റേജ്, നമുക്കിവിടെയുള്ള ഡീസൽ പെട്രോൾ കാറുകളൊക്കെ നമ്മളെ റേറ്റും വേൾഡിലെ റേറ്റും രണ്ട് റേറ്റാണ്. അതെ, ഇവിടെ ടാക്സ് ഇപ്പോൾ ഇവിടെ ഒരു EQS എടുക്കുന്നതും US-ൽ ഒരു EQS എടുക്കുന്നതും വലിയ വ്യത്യാസമില്ല. ഇലക്ട്രിക് വരുമ്പോൾ വലിയ വ്യത്യാസമില്ല. അതേസമയം ഒരു ഇലക്ട്രിക്കൽ അല്ലാത്ത വാഹനമാണ് ഒരു S ക്ലാസ് നമ്മളൊരു ഡീസലോ പെട്രോളോ വാങ്ങിക്കുകയാണെങ്കിൽ മറ്റു രാജ്യത്ത് ഒരാൾ എടുക്കുന്നതിനേക്കാൾ 2 ഇരട്ടി രൂപക്കാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ EV ഓൾമോസ്റ്റ് വേൾഡിൽ എല്ലാവരും ഒരേ പ്രൈസിനാണ് വാങ്ങുന്നത്. അപ്പൊ അതും EV എടുക്കുന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാണ് എൻ്റെ ഒരു തോന്നിയിട്ട്. ഇന്ത്യ സ്പെസിഫിക് വണ്ടികളും ഇല്ലല്ലോ. അതെ അതെ, ഓൾമോസ്റ്റ് വെളിയിൽ നിന്ന് വണ്ടികളെല്ലാം ഒരു ഇപ്പം BYD നോക്കിയാലും എല്ലാ ലോകത്ത് എല്ലായിടത്തും കിട്ടുന്ന അതേ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെ നമുക്കും കിട്ടുന്നത്. പക്ഷെ ഇതിൻ്റെ അതൊരു കൺസേൺ ഉള്ളത് റീസെയിലിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ട് ഉള്ള കാര്യമാണ്. നമ്മളതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? അതിന്റെ ട്രെൻഡ്സ് ഒക്കെ എന്താ, എങ്ങനെയാ തോന്നുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഈ മാർക്കറ്റിൽ വരുന്ന കമൻസുകൾ അല്ലെങ്കിൽ ആളുകളുടെ എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റാർ ഹോട്ടലിൽ 10 രൂപയ്ക്ക് ചായ കുടിക്കുന്ന ഒരാൾ പോയി കയറി അത് പറഞ്ഞാൽ തെറ്റാണോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ബഡ്ജറ്റും പൊസിഷനിങ്ങും മനസ്സിലാകാതെ എടുത്ത ആളുകളാണ് കൂടുതൽ നെഗറ്റിവിറ്റി പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഡീലേഴ്സിന്റെ പ്രശ്നങ്ങളാവാം. പിന്നെ പുതിയ ടെക്നോളജി, ഏത് പുതിയ ടെക്നോളജിക്കും കുറെ വെല്ലുവിളികളുണ്ടാവും. ഇനി അതിനെ അവരും അപ്ഡേറ്റ് ചെയ്ത് അത് കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ കാറുകളാണെങ്കിലും ഇറങ്ങിയ കാലവും ഇന്നും തൊട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ MIയുടെ ബ്രാൻഡ് സിയോമി, അതിന്റെ കാറുകൾക്ക് ഞാൻ കേട്ടത് 2 ഇയർ ഒക്കെ ബുക്കിംഗ് ആണ് ചൈനയിൽ തന്നെ. അവർക്ക് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ലോകത്തിനോ കൊടുക്കണ്ട, ചൈനയിൽ തന്നെ ആ വാഹനത്തിന് അത്രയും ബുക്കിംഗ് ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് അത് വരുന്നു? അപ്പോൾ ആ ആളുകളുടെ ആക്സെപ്റ്റൻസിയാണ് കാണുന്നത്. പക്ഷെ ഗ്രാജുവലി വരും. എൻ്റെ വിശ്വാസത്തിൽ എല്ലാ ആളുകൾക്കും സ്പേസ് ഉണ്ടാവും. ഇലക്ട്രിക്കൽ കാറിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട്, ഈ അല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെതായ സ്പേസ് ഉണ്ട് എന്നാണ് എൻ്റെ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടോ? നമുക്ക് ഇലക്ട്രിക് ലക്ഷറി വണ്ടി തന്നെ വേണം അങ്ങനെ നമുക്ക് വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്റ്റോക്കിൽ ഓൾറെഡി ഇലക്ട്രിക്കൽ പ്രിയോണ്ട് കാർസ് ഉണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ EV കാർസ് എന്ന് പറഞ്ഞൊരു പോർഷൻ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഒരു 5-ലധികം ഇലക്ട്രിക്കൽ കാറ് ഞങ്ങൾ സ്റ്റോക്കിൽ നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് സെയിൽ ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മളതിനെ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉൾക്കൊണ്ട് എടുക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് വരും കാലങ്ങളിൽ മാറ്റങ്ങൾ വരും. എനിക്ക് തോന്നിയിട്ട് യൂസ്ഡ് EV എടുക്കാൻ പറ്റിയ സമയമായിരിക്കുമല്ലോ ഇപ്പം. അതെ അതെ, ഇപ്പോ യൂസ്ഡിലാവുമ്പോ ഇപ്പോ ലക്ഷറി യൂസ്ഡ് EV ഒക്കെ എടുക്കാൻ, ലക്ഷറി EV എന്ന് പറഞ്ഞാൽ നല്ല ഡിപ്രിസിയേഷനിലാണ് കിട്ടുന്നത്. കാരണം പുതിയ കാറും അതിന്റെ പ്രിയോണ്ട് വരും. കാരണം ഇത് എടുക്കാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങളും അതിൽ വളരെ നോക്കിയും ശ്രദ്ധിച്ചൊക്കെയാണ് ചിലത് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ല. ഞങ്ങൾ കസ്റ്റമറോട് ഞങ്ങളെ ഷോറൂമിൽ ഷോക്കേസ് ചെയ്താണ് വിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഉള്ളിലും ആ ഫിയർ ഉണ്ട്. കാരണം 2 കോടി 1.5 കോടിയുടെ ഒക്കെ കാറുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ കസ്റ്റമർ എത്തി വരാനുള്ളൊരു സമയമുണ്ട്. ആ സമയം അത്രയും സമയം ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്. അതിനോട് മുന്നോട്ട് പോകുമ്പം ഞാൻ അറിഞ്ഞത് നമ്മൾ റോയൽ ഡ്രൈവ് തന്നെ ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ ഇപ്പോൾ എനിക്ക് വെബ്സൈറ്റിൽ ഒരു ടാബ് എക്സ്ട്രാ വന്നു, 5 കാർസിൻ്റെ സ്റ്റോക്ക് പരിപാടി വന്നു. അതിനപ്പുറം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും റോയൽ ഡ്രൈവ്
കൊണ്ടുവരുന്നു എന്ന് കേട്ടു. സത്യമാണോ, എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ കഫേ സ്മാർട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ, കാരണം അവിടെയാണ് ഞങ്ങൾക്ക് നല്ല പാർക്കിംഗ് ഉള്ളത്. ഓൾറെഡി അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. ഗോയിസിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കോഴിക്കോടും ഞങ്ങൾ മറ്റുള്ള ബ്രാഞ്ചിലേക്കും, കാരണം ഇതിൽ പല EV സ്റ്റേഷനുകളും ഇനി അപ്ഡേറ്റ് ആവാണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഇപ്പോൾ KSEBയുടെ ഒക്കെ സ്റ്റേഷൻ്റെ ഒരു പ്രശ്നം. അവിടെ ഒരു ഇപ്പോൾ നമ്മൾ പിന്നെ പോഷെ ടൈക്കോൺ ആണെങ്കിലും ടൈക്കാൻ ആണെങ്കിലും പിന്നെ ടാറ്റയാണെങ്കിലും ഒരേ പരിഗണനയാണ്. അവിടെ പുറത്ത് ബെഞ്ചിലിരിക്കുക എന്നുള്ളൊരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ, ഇപ്പോൾ ദുബൈയിലൊക്കെ എല്ലാ പാർക്കിംഗ് മാളിലും നമുക്ക് പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു EV ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ വരുന്നതോട് കൂടി തന്നെ അത് നല്ല രീതിയിൽ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് റോയൽ ഡ്രൈവ് എന്നൊരു കമ്പനി ഇപ്പോൾ കേരളത്തിൽ മാത്രം അറിയപ്പെടുന്നൊരു കമ്പനിയല്ല. പല എന്താ പറയുന്നത്, ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രംഗത്ത് ഒക്കെയുള്ള ക്രെഡിബിളായിട്ടുള്ള പല സ്ഥാപനങ്ങളും റോയൽ ഡ്രൈവിനെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു ഞാൻ അറിയുന്നു. അല്ലെ, നമ്മൾ ചെറുത് വെളിച്ചത്ത് വന്ന വാർത്തകളുണ്ട്, വെളിച്ചത്ത് വരാത്ത വാർത്തകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിൽക്കാം. എന്നാലും അങ്ങനെ ഒരു ബ്രാൻഡ് വളരുന്നുണ്ടല്ലോ, നമ്മുടെ വിഷനിലുള്ള ഒരു ബ്രാൻഡ് അങ്ങനെ വളരുന്നുണ്ടല്ലോ. സോ അതിനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചിലത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും, നമുക്കൊരു സ്ട്രക്ചർ കാണും, നമുക്കൊരു പ്രോസസ്സ് കാണും. അതിനെ ഒന്ന് ഒരു ബ്രീഫായിട്ട് നമുക്ക് ഒന്ന് പറയാൻ പറ്റുമോ? റോയൽ ഡ്രൈവിൻ്റെ ഒരു ബിസിനസ് സെറ്റ് ചെയ്ത ഒരു എൻ്റർപ്രണർക്ക് ഒരു ബ്രീഫ് നമുക്ക് പറയാൻ പറ്റുമോ? ഓൺടർപ്രണർഷിപ്പിന് എന്തായാലും ആദ്യം വേണ്ടതൊരു വിഷനാണ്. നമ്മുടെ പല പ്രതിസന്ധികൾ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പിന്നെ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വരുമ്പോഴൊക്കെ നമ്മളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രചോദനം തരുന്നത് നമ്മളെ വിഷനാണ്. ഈ വിഷനിലേക്കുള്ള യാത്രയിൽ നമ്മളെ വാല്യൂസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ദൂരം പോകാനുണ്ടെങ്കിൽ സം വാല്യൂസ് മുറുകെ പിടിച്ച് പോയാൽ തന്നെയാണ് നമുക്ക്, അതായത് ആ വാല്യൂ ആണ് അതിൻ്റെ മാർഗം. അപ്പോൾ ആ നമ്മൾ വൺസ് ഒരു വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും വാല്യൂസ് നമ്മൾ വിടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു വിഷനായിരുന്നു. അത് മഹാത്മാഗാന്ധി അഹിംസ എന്നൊരു മാർഗത്തിലൂടെ നോക്കി, സുഭാഷ് ചന്ദ്രബോസ് INA എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടാക്കി. രണ്ടുപേരുടെയും ഇന്റൻഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന ഒന്നായിരുന്നു, പക്ഷേ രണ്ടുപേരുടെ മാർഗം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അതേപോലെ റോയൽ ഡ്രൈവിന് എഴുതപ്പെട്ട ഒരു കോർ വാല്യൂസ് ഉണ്ട്. അതിലേറ്റവും വലുതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പിന്നെ കസ്റ്റമറായിട്ട് ഒരു ലൈഫ് ടൈം അലയൻസ്. അപ്പോൾ ഒരു ലൈഫ് ടൈം അലയൻസ് ഒരു കസ്റ്റമറോട് വരണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഒരിക്കലും പറ്റിക്കപ്പെടില്ല എന്നൊരു ഷുവർട്ടി, ഒരു ട്രസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചില വാഹനങ്ങൾ ഞങ്ങൾ എടുക്കും, നമ്മൾ എടുത്തതിന് ശേഷം ചിലപ്പോൾ അതിൽ നമ്മൾ പുതിയ വർക്കുകൾ കാണും. അപ്പം നമ്മളത് അവിടെ ലാഭനഷ്ടം നോക്കാതെ ഈ വാല്യൂ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ ഈ വാല്യൂ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ അത് സെയിൽ ചെയ്യും, ആ കസ്റ്റമർ നമ്മളായിട്ട് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം വാല്യൂസ് നമ്മൾ മുറുകെ പിടിച്ച് നമ്മളെ വിഷനിലോട്ട് എത്തുക എന്നുള്ളതാണ് റോയൽ ഡ്രൈവ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു 10 വർഷത്തെ യാത്രയും ഇനി മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരു കാരണവശാലും അതിലെന്ത് ലാഭം വന്നാലും നഷ്ടം വന്നാലും വാല്യൂസുകളെ വിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ചുരുക്കത്തിലുള്ളൊരു മറുപടി. നമ്മൾ PV സംസാരിച്ചു, റോയൽ ഡ്രൈവിൻ്റെ യാത്രയെ പറ്റി സംസാരിച്ചു. നമ്മൾ EV ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് ഒരു 10 years ആഫ്റ്റർ എവിടെയായിരിക്കും? ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഈവൻ ഫ്ലൈറ്റുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റുകൾ അല്ലെങ്കിൽ ഡ്രോണ് പോലെയുള്ള സംവിധാനത്തിൽ വരെ EVയുടെ ഒരു കടന്നുകയറ്റം വരും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് നമ്മൾ ഇതെല്ലാം വിശ്വസിച്ചേ മതിയാവും. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും ഒരു 50 കൊല്ലം മുമ്പ് ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത, ഈവൻ മൊബൈൽ ഫോണ് നമുക്കൊരു വളരെ കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളൂ. ഒരു 50 വർഷം മുമ്പ് മൊബൈൽ ഫോൺ എന്നൊരു സാധനത്തെ കുറിച്ച് സംസാരിച്ചാൽ നടക്കുക ഇല്ല എന്നേ പറയുള്ളൂ. അപ്പോൾ മനുഷ്യന് മാത്രം ദൈവം കൊടുത്താണ് ഈ അപ്ഡേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു പശു ഇതുവരെ എത്ര വർഷമായി ഭൂമിയിലുണ്ട്, സ്വന്തമായി തൊഴുത്തുണ്ടാക്കിയിട്ടില്ല, അവരെ ഫുഡിലെ മെനു മാറിയിട്ടില്ല. അപ്പോൾ മനുഷ്യന് ദൈവം കൊടുത്തൊരു പ്രത്യേകതയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന ഈ സംവിധാനം. ആ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം ലോകത്ത് അത്ഭുതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ഉണ്ട്. ഇത് പല രീതിയിലോട്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
ഇന്ത്യയിൽ ബഡ്ജറ്റ് കാറുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാർ കമ്പനികളുടെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വിദേശ കമ്പനികൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല കമ്പനികളും ഇപ്പോൾ നിലവിലില്ല. ലക്ഷറി കാർ രംഗത്ത് റോയൽ ഡ്രൈവ് ഒരുപാട് കമ്പനികൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികൾ. പക്ഷേ ഏറ്റവും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന കമ്പനി ഏതാണ്? ഏത് കമ്പനി, ഏത് ബ്രാൻഡിനാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത് കൂടുതലും? ഒറ്റ വാക്കിൽ ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കൂടി ഇതിലൊരു വലിയ ഘടകമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇന്നത്തെ പ്രിയോണ്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു ബഡ്ജറ്റ് പറഞ്ഞാൽ ഒരു 30 lakh to 80 lakh ബഡ്ജറ്റിൻ്റെ ഇടയിലുള്ളതാണ് പ്രിയോണ്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ അതിലെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം മെഴ്സിഡസ് ബെൻസിനോടാണ്. അത് ഒരു പഴയ ഒരു പ്രതാപം അതിനുണ്ട്. സെക്കൻഡ് അതേപോലെ തന്നെ BMW വലിയൊരു ഫാൻ ബേസ് ആണ്. അവരാണ് ആ ഒരു മാർക്കറ്റ് ഷെയർ മേജറായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പോൾ SUV-കളിലൊക്കെ തരംഗം നമ്മുടെ ഡിഫൻഡർ പോലെയുള്ള വാഹനങ്ങൾ. കാരണം ഇപ്പോൾ ഒരു ഇ ക്ലാസ് ബെൻസിന് ഓൾമോസ്റ്റ് 95 lakh വില വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് അതിലൂടെ ഒരു 20-30 lakh കൂടി അപ്ഡേറ്റ് ചെയ്താൽ ഒരു SUV എന്ന നമ്മുടെ റോഡിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെയൊക്കെ ഒരു വേറൊരു ഒരു ഐക്കോണിക് അങ്ങനെയും കൂടെ ആണല്ലോ കേരളം. നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ. അങ്ങനെയാണ് ഒരു അണ്ടർ റേറ്റഡ് കാർ ഏതായിരിക്കും? ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് കാർ G63 നല്ലൊരു പ്രോഡക്റ്റ് ആണ്. കാരണം G63 ഒക്കെ പലരും വാങ്ങിയ ആളുകളൊക്കെ വാങ്ങിയ വിലക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെ സെയിൽ ചെയ്യാൻ ഇപ്പോഴും മാർക്കറ്റിൽ പറ്റുന്നതാണ്. പക്ഷെ ആ സെഗ്മെന്റ് കുറച്ചുകൂടി റയർ സെഗ്മെന്റ് ആണ്. താഴേക്ക് വരുമ്പോൾ ഒബിയസ്ലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ട് C ക്ലാസ് ഒക്കെ ആയിരുന്നു ആ ഒരു മേഖല കൈയടക്കി വെച്ചത്. ഇപ്പൊ അത് ഡിഫൻഡർ പോലെയുള്ള SUV-കളിലോട്ട് നീങ്ങിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാവുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്തിപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ ആ റോഡിനനുസരിച്ച് യാത്ര ചെയ്യണമെങ്കിലും ഒരു ലക്ഷറി കാർ വേണമെന്ന ഒരു ലെവലിലോട്ട് കേരളം മാറും. ഒരു വർഷം അത്ഭുതത്തിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന കാര്യത്തിലേക്കും അങ്ങനെ വന്നാൽ അത് നല്ലൊരു ഓടിക്കാൻ പറ്റുമെന്നൊരു കാര്യത്തിലേക്കൊക്കെ മാറ്റം. ഇന്ന് പലരും ആ ഒരു ഡ്രൈവിങ്ങിനുള്ള ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇത്തരം നമ്മളിവിടുത്തെ റോഡ് മോശമായത് കാരണം തന്നെ പല വാഹനങ്ങളും പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു BMW ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഏത് ലക്ഷറി കാറും അതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് പൊടിയുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അലോയ് വീലുകളും അല്ലെങ്കിൽ ആ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു കുഴി ചാടുമ്പോഴേക്ക് ടയർ പൊട്ടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി നമ്മുടെ പുതിയ ഇൻഫ്ര വരുന്നതോടുകൂടി മാറും. അപ്പോൾ ആളുകൾക്ക് ഒന്നുകൂടി ആ ലക്ഷറി, ഇപ്പോൾ നമുക്കൊരു ടോർക്ക് കുറഞ്ഞ വാഹനം ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചുമന്നു പോകുന്ന ഒരു ഫീലായിരുന്നു. അതേസമയം ഒരു ലക്ഷറി ആകുമ്പോൾ അത് കുറച്ചുകൂടി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വരുന്നതോട് കൂടി 1-2 വർഷം കൊണ്ട് ഇനിയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഡബിളോ ത്രിബിളോ ആയി മാറും. പിന്നെ രണ്ടാമത് ഒബിയസ്ലി ആളുകൾ നോക്കാത്ത വലിയൊരു വിഷയം ഇതിൻ്റെ സേഫ്റ്റിയാണ്. അപ്പോൾ ഈ സേഫ്റ്റി എന്നുള്ള വിഷയത്തിൽ റോഡ് നന്നാകുമ്പോൾ വാഹനങ്ങൾക്ക് സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ മിനിമം സേഫ്റ്റിയുള്ള വാഹനങ്ങളെ ഉപയോഗിക്കാൻ പറ്റൂ എന്ന്. കാരണം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാവില്ല. ഇപ്പോൾ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആ രീതിയിൽ 2-3 ലൈനിലൊക്കെ വിദേശത്ത് കാണുന്ന അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അങ്ങോട്ട് ആംഗിൾ ശരിക്കും ഞാനും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഹൈവേസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വണ്ടികളിലും അപ്ഡേറ്റ് വരണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ നല്ല 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനങ്ങളല്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതിനൊരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ആളുകൾ അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട് ജനങ്ങൾ അതിലോട്ട് മാറും. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയും, ടയർ കൂടുതൽ കിട്ടും, ബ്രേക്ക് പാഡ് കൂടുതൽ കിട്ടും. അതുപോലെ ബുഷസുകളാണെങ്കിലും മറ്റുള്ളതൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ വിദേശത്ത് പോയാൽ അവിടെ 3 ലക്ഷം 4 ലക്ഷമൊക്കെ നോർമൽ കിലോമീറ്ററാണ്. ഇവിടെ 1 lakh കിലോമീറ്റർ എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ പറയും ആ വണ്ടി ഇനി വേണ്ട, ആർക്കും വേണ്ടാത്ത വാഹനമായി മാറി 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. അതിന്റെ കാരണം ആ വാഹനം 1 lakh ഇവിടെ ഓടുമ്പോൾ വിദേശത്ത് ഒരു 10 ലക്ഷം ഓടുന്നതിന് ഈക്വൽ ആയിട്ട് ഉപയോഗിക്കപ്പെടും. അത്രയും. അതെ അതെ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളം 2 വർഷം കൊണ്ട് മാറും. അതൊരു വലിയ വിപ്ലവമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് റോയൽ ഡ്രൈവ്. നമുക്ക് റോയൽ ഡ്രൈവിലേക്ക് ഒരു വണ്ടിക്കായിട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്കൊരു സിമ്പിൾ മിസ് കാൾ വരെ ഞങ്ങൾ മിസ് ചെയ്യൂല. ഞങ്ങൾ എവിടെയും ഒരു പരാതി ഉണ്ടാവില്ല. ഞങ്ങളുടെ CRM അത്രയും സ്ട്രോങ് ആണ്. അതായത് ഒരു കോൾ വന്നു ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നൊരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മാക്സിമം ശ്രദ്ധിക്കുന്നത്. അതൊരു മെസ്സേജ് ആണെങ്കിലും അതൊരു കോൾ ആണെങ്കിലും
അപ്പോൾ ഏത് രീതിയിൽ കസ്റ്റമർ അപ്രോച്ച് ചെയ്താലും നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കും. പിന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് കാസർഗോഡുള്ള ഒരു കസ്റ്റമറെ സെർവ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഫിസിക്കലി. അതേ 10 മിനിറ്റ് കൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ സെർവ് ചെയ്യാനുള്ള ഒരു മാൻ പവർ ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഞങ്ങളുടെ സ്വാധീനമുണ്ട്. തിരിച്ച് വെബ്സൈറ്റുകളും മറ്റ് ഷോറൂമായിട്ടും ടെലിഫോണായിട്ടൊക്കെ വരും. പിന്നെ എന്തായാലും ഇതൊരു ടച്ച് ആൻഡ് ഫീലിലൂടെ മാത്രമാണ് ഇത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കസ്റ്റമറെ നമ്മൾ അവർക്ക് ഡോർ സ്റ്റെപ്പിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അത് ഒരു കസ്റ്റമർക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും അതെല്ലാം മാക്സിമം കൊടുത്ത് ഞങ്ങൾക്ക് ഒരു മിസ് അടിച്ചാൽ മതി, ബാക്കി സർവീസിൻ്റെ കാര്യം ഞങ്ങൾ ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ സ്മാർട്ടും കൂടി വന്നപ്പോൾ, പണ്ട് ഞങ്ങളതിൽ ലക്ഷറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കുറേ ആളുകളെ സെർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇന്നൊരു 5 ലക്ഷം മുതൽ ഒരു 5 കോടി വരെയുള്ള വാഹനങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അവിടെ റോയൽ ഡ്രൈവിൻ്റെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇനി ഒരു അതേപോലെ തന്നെ റോയൽ ഡ്രൈവിൻ്റെ ഒരു വിഷൻ എന്താ, എവിടെയായിരിക്കും ഇനി ഒരു? ഞങ്ങൾക്ക് വളരെ എഴുതപ്പെട്ട വിഷനുകളുണ്ട്. ഒന്ന്, നമുക്ക് ഇന്ത്യയിലെ നമ്പർ 1 ആവുക എന്നുള്ളൊരു വിഷനാണുള്ളത്. പിന്നെ അതോടുകൂടി ഏഷ്യയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ പോകണം. ഇപ്പോൾ പ്രീ ഓൺഡ് ഇൻഡസ്ട്രി ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും EV ആയാൽ ഞങ്ങൾക്കുള്ളൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് EV വാഹനങ്ങൾ എടുത്താൽ മതി. ഞങ്ങൾക്ക് ഏത് വാഹനം, ഞങ്ങൾ മാർക്കറ്റിലെ റിക്വയർമെന്റ് അനുസരിച്ചാണ് വാഹനം എടുക്കുന്നത്. നമ്മളൊരു മാനുഫാക്ചറുടെ അണ്ടറിലല്ല. ഞാനൊരു മെഴ്സിഡസ് ബെൻസിന്റെ ഡീലർ ആണെങ്കിൽ മെഴ്സിഡസ് ബെൻസ് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവരെടുക്കുന്ന നല്ല പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഫ്ലോപ്പായ പ്രൊഡക്റ്റും ഞാൻ എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ സെലക്റ്റീവാണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ EV എന്നുള്ള മേഖല വന്നാലും ഇനി വേറെ എന്ത് മേഖല വന്നാലും നമ്മളെ നമ്മൾ അതിന് അഡാപ്റ്റായി മുന്നോട്ട് പോവുക. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു EV ഞങ്ങളടുത്ത് പ്രീ ഓൺഡ് ഉള്ളത്. കാരണം അതിനൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പൊ ആ കസ്റ്റമർക്ക് ഒരു സർവീസ് കൊടുക്കണം. അത് ഇപ്പൊ 5% ആണെങ്കിൽ നാളെ 10% മാർക്കറ്റിലാവുകയാണെങ്കിൽ റോയൽ ഡ്രൈവിന്റെ സ്റ്റോക്ക് 10%. അത് 50% ആണെങ്കിൽ 50-50 നമ്മുടെ സ്റ്റോക്ക് മാറും. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുക, ഒരുപാട് പേർക്ക് റോയൽ ഡ്രൈവ് എന്ന വിഷനിലൂടെ അല്ലെങ്കിൽ ഈ കുടക്കീഴിൽ നിന്ന് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിലോട്ട്, രാജ്യം വളരുന്നതിലോട്ട് അല്ലെങ്കിൽ രാജ്യത്തിലോട്ട് നമ്മളുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വിഷയം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ റോയൽ ഡ്രൈവ് ഫോർ ദി ഫ്യൂച്ചർ.